ആരാണ് ആ കടലാസ് നിന്റെ കയ്യിൽ തന്നത്? എനിക്കറിയില്ല. നീ പറയൂല ഇല്ലേ? മര്യാദക്ക് പറഞ്ഞു, ആരാണ് നിന്റെ കയ്യിലെ കടലാസ് തന്നത്? എനിക്കറിയില്ല. എന്തായിരുന്നു അത്? എനിക്കറിയില്ല. ആർക്ക് കൊടുക്കാനായിരുന്നു? ഞാൻ പറയൂല. ഇല്ലേ? ഇല്ല ഇല്ല ഇല്ല. മോനെ പറയരുത്, പറയരുത്. മരിക്കണോ നീ? രാജ്യത്തിന് വേണ്ടി മരിക്കണോ നീ? നമസ്കാരം. എങ്ങോട്ടിറങ്ങിയാ? എടോ, രവി ഇരിക്കുന്ന സ്ഥലം ഇയാൾക്ക് അറിയാമെന്നല്ലേ പറഞ്ഞത്? ഉത്തരവ്. ഇയാൾ ഇടയ്ക്കിടയ്ക്ക് കാണാറുണ്ടെന്നും നമ്മൾ അന്വേഷിച്ചാൽ കിട്ടത്തില്ലെന്നുമാണ് ഇദ്ദേഹം പറഞ്ഞു വേണം. പറഞ്ഞത് സത്യമാണ്. താനും അവൻ വലിയ വേഷം മാറ്റക്കാരനല്ലയോ? നിങ്ങൾ ആരും തിരക്കിയാൽ അവനെ കിട്ടാൻ പോകുന്നില്ല. ഞാൻ അവനെ തന്നോളാമെന്ന്. ഓഹോ, എന്നാൽ വണ്ടിയിലോട്ട് കയറ്. ഞാനങ്ങ് നടന്നു പൊക്കോളാമേ. വണ്ടി രവിയെ കാണിച്ചു തന്നിട്ട് പോയാൽ മതി. അയ്യോ, ഇന്ന് എവിടാണെന്ന് എനിക്ക് അറിഞ്ഞൂടെ? ഇവൻ നോക്കരുത്, എന്നെ ദേഹത്തിൽ ഏൽപ്പിക്കുന്നത്. ഞാൻ രാജഭക്ത സംഘത്തിലെ അംഗമാണെന്ന്. ഇവനാ ചെറുക്കിനെക്കാളും ഭയങ്കരനാകുന്നു. ഒരു ഒറ്റ കാര്യം പോലും പറഞ്ഞില്ലല്ലോ. അയ്യോ, എന്റെ പൊന്നോച്ചനെ പറഞ്ഞവരെ കണ്ടിട്ടില്ലാത്ത കാര്യം ഞാൻ എങ്ങനെയാ പറയുന്നത്? നീ അവിടെ ഇരിക്കടാ, അവിടെ ഇരിക്ക്. നിന്നെ കൊണ്ട് പറയിക്കാനുള്ള പ്രയോഗം ചെയ്യാൻ പോകുന്നേ ഉള്ളൂ. ഇനിയോ? എടോ, താൻ പോയി പച്ചിരിക്കലില്ലേ, പച്ചിരിക്കൽ ഒരെണ്ണം കൊണ്ടു. പച്ചിരിക്കൽ എന്തിനായവന്? ആ, വേലയുണ്ടടാ, വേല ഉണ്ട്. ഈർക്കിൽ വരട്ടെ, നീ എല്ലാം പറയും. പച്ചക്കിൽ കേട്ടല്ലേ, അവിടെ എനിക്ക് ദണ്ണമായിട്ടിരിക്കുക. ആ സമയത്തിന് ഇങ്ങ് വന്നല്ലോ. എന്താ കാര്യം? മധു അരമണിക്കൂറിനാണ് ഇങ്ങ് വരും. നമുക്കിവിടെ സ്വീകരണം കൊടുക്കണം. എനിക്ക് ഉടനെ ഒരിടം വരെ ഒന്ന് പോണം. രാത്രി കുറെ ഇരുട്ടിയേ വരൂ. പറഞ്ഞിട്ട് പോകാമെന്ന് കരുതി. സാറിന് ഇത്ര അത്യാവശ്യം എന്താ? എങ്ങോട്ട് പോകുന്നു, എവിടുന്ന് വരുന്നു എന്ന് പറയത്തുമില്ല. ഞാൻ കഴിയുന്നത് നേരത്തെ വരാം. എന്തായാലും മധു വന്നിട്ട് പോയാ മതി. സാറ് മധുവിനെ കണ്ടിട്ടില്ലല്ലോ. വരണം. മധു എനിക്കൊരു ഫോട്ടോ അയച്ചിരുന്നു. ഞാൻ ഫ്രെയിം ചെയ്യിച്ചു വെച്ചു. പഠിക്കുന്ന കാലത്ത് മധു ഒരുങ്ങി കെട്ടിയേ നടക്കും. നോക്കണം സാർ, ഇപ്പൊ തലമുടി ജീവാൻ പോലും ശ്രദ്ധയില്ല. മധു വന്നു തോന്നുന്നു. എല്ലാ പടത്തിലും മാല ഇടണേ. വരണം സാർ. അത് വേറെ ഏതോ കാറാണ്. ഞാൻ ഉടനെ പോയിട്ട് വേഗം ഒന്ന് വന്നേക്കാം. സാർ ഇവിടെ നിൽക്കണം. ഞങ്ങളെ പോയി നോക്കിട്ട് വരാം. എല്ലാ പടത്തിലോട്ടെ. എന്റെ അച്ഛന്റെ പടത്തിലാ? നീ തന്നേരാ. ഞാൻ മോളല്ല, ഞാൻ അമ്മിണിയാ. ഏത് പടത്തിലാ സാറേ? അമ്മിണി, ഇതെനിക്ക് തന്നേരാ. ഇത് ഞാൻ തരില്ല. എന്റെ അച്ഛന്റെ പടത്തിൽ ഇട്ട. കാറെന്താ വല്ലാതെ? അമ്മിണിയെ ഞാൻ മോളേന്ന് വിളിച്ചു. അവൾ പറഞ്ഞു അങ്ങനെ വിളിക്കരുതെന്ന്.
ഞാൻ എന്റെ മകളെ ഓർത്തുപോയി. എടി അമ്മണി, ചോറ് ചെന്നപ്പോഴേക്കും മഹാ ചീത്തയായിപ്പോയി അപ്പൻ. അയ്യോ, അവളെ ഒന്നും പറയണ്ട. അമ്മണി, അമ്മണി, എന്താടി നിന്നെ മോളെ വിളിച്ച? അത്ര വലിയ ആളായിരുന്നോ നിന്റെ അച്ഛൻ? കുഞ്ഞല്ലേ. പോടിയപ്പുറത്ത് അഹങ്കാരി. തെണ്ടി നടന്ന പിള്ളേരെ എത്ര നന്നാക്കിയാലും നന്നാവും. അയ്യോ, സാറ് വന്നു. വരണ സാറേ. വരണം വരണം. ആ മാലയെല്ലാം കൊണ്ട. നമസ്കാരം. നമസ്കാരം. ഇദ്ദേഹം കുഞ്ഞെന്നെ ഓർക്കുന്നില്ലയോ? ഞാൻ കോട്ടയത്തിരിക്കുമ്പോൾ ഇയാളായിരുന്നില്ലേ ഓർഡറിൽ? എനിക്കിപ്പോ മധുസൂദൻ പിള്ള സാറിന്റെ സ്ഥലത്താ ജോലി. എന്റെ 5ാമത്തെ കെട്ട് ഇതിനടുത്തുന്ന പുള്ളിക്കാരൻ ഇങ്ങോട്ട് പോരണ കണ്ടപ്പോ കൂടെ ഞാൻ വെഞ്ഞു പോന്നു. നമുക്ക് കാത്തോട്ടിരിക്കാം. മധു പണ്ടത്തെ ആളേ എല്ലാം തോന്നും. പുസ്തകം എഴുതി കഴിഞ്ഞ പിന്നെ പുള്ളിക്കാരന്റെ ഇരിപ്പിലും നടപ്പിലും ഒക്കെ ഒരു മാറ്റം വന്നിരിക്കുക. നിങ്ങൾ ഒരുമിച്ചാണ് പഠിച്ചിരുന്നതെന്ന് പറഞ്ഞപ്പോൾ ഞാൻ ഇവളോട് പറഞ്ഞു, അയാൾ നിന്നെ പോലെ ആയിരിക്കില്ല, അയാൾക്ക് ബുദ്ധിയുണ്ടെന്ന്. മാലതി പഠിക്കാൻ മിടുക്കിയായിരുന്നു. അറിയാമാൻ പറയണ്ട, മാലതി കുഞ്ഞിന് കിഴിഞ്ഞ ബുദ്ധിയാണ്. ഞാൻ നിശബ്ദമായി ചിന്തിക്കാനാണ് ഇഷ്ടപ്പെടുന്നത്. ആ കേട്ടോ മിസ്റ്റർ മധു, നിങ്ങളുടെ പുസ്തകം വായിച്ച് ഇവൾ കാണിച്ച പരാക്രമം ഒന്നും പറയണ്ട. അവസാന ഭാഗം വായിച്ചപ്പോ ഞാൻ കരഞ്ഞുപോയി. എനിക്കൊരു അബദ്ധം പറ്റി. ഞാനൊരു പുസ്തകം വാങ്ങിച്ച് വീട്ടിൽ കൊണ്ടുവന്നിരുന്ന് വായിച്ചു. ഞാൻ കരയുന്ന കണ്ട് എന്റെ 1ാം നമ്പർ കെട്ടിയോളും 2ാം നമ്പർ കെട്ടിയോളും പിള്ളേരും എല്ലാം കൂട്ട ചേർന്നൊരു കരച്ചിലായിരുന്നു. അപ്പോ കാശിൻപിള്ള മുഴുവൻ വായിച്ചോ? ഉത്തരവ്. ഒരു കാശ്മീർ എടുത്ത് ഒരു ദിവസം മുഴുവൻ ഇരുന്നങ്ങ് വായിച്ചു. നമ്മുടെ സാറവിടെ? സാറേ, സാറേ. ഏത് സാറ്? ഞങ്ങളുടെ ട്യൂഷൻ മാസ്റ്റർ. സാറേ, സാറേ. സാറേ, സാറേ. പ്രൊഫസറേ, സാറേ. അമ്മണി, അമ്മണി. സാറേ എങ്ങോട്ട് പോയി? കണ്ടില്ല. പ്രൊഫസറേ, എങ്ങോട്ടാണ് പോയത്? സാറേ, സാറേ. ഭാവന വന്നാൽ എനിക്കൊരു ലഹരിയാണ്. സാറിനെ അവിടെ എങ്ങും കാണുന്നില്ല. ശാരദയോട് ഒരു പ്രത്യേകത കാണിച്ചിട്ടില്ലേ? ആളുകൾ പറയുന്ന പോലെ അത്രയൊന്നുമില്ല. ശാരദ എന്ന കഥാപാത്രത്തെ ചുറ്റിപ്പറ്റിയാണല്ലോ എന്റെ നോവലിലെ മറ്റെല്ലാ കഥാപാത്രങ്ങളും നിൽക്കുന്നത്. അങ്ങനെ ഒരു രഹസ്യമുണ്ട്. ശാരദയോട് മധുവിന് അതിരുകവിഞ്ഞ ഇഷ്ടമുണ്ട്. ഞാനെന്താ വിട്ടിച്ചിരിക്കുന്നത്? ഉത്തരവ് കുഞ്ഞിന് മനസ്സിലാക്കി കളഞ്ഞല്ലോ. ഒരു സാധാരണ പെണ്ണല്ല ശാരദ. ആ മാനസിക ഘടനയാണ് ആ കഥാപാത്രത്തിൻ്റെത്. പിന്നെ ഇതൊരു നോവലല്ലേ? ശാരദ വളരെയധികം ദുഃഖം അനുഭവിക്കുന്നുണ്ട്. അതാ വന്ന ഭർത്താവ് കാരണമല്ലേ? അപ്പോ കാസിംപിള്ള കാര്യം മുഴുവൻ മനസ്സിലാക്കിയിരിക്കുന്നു. ഉത്തരവ്. അവൾ ഹൃദയമുള്ളവളാണ്. തന്റെ കാര്യങ്ങൾ തോന്നുമെങ്കിലും അവൾ പാവമാ. അതുകൊണ്ടാണോ നമ്മുടെ സാറ് എന്താ എന്താ മിസ്റ്റർ മധു? ഒരു തലവേദന. കർപ്പൂരം ഇരിപ്പുള്ളൂ. കർപ്പൂരം എന്തിന്? ഉത്തരവ്. ഒരു പണിയുണ്ട്. നമ്മൾ കീഴ്വായ്പൂലിരിക്കുമ്പം നമ്മളെ കർത്താവദ്ദേഹമാണ് ഏവാൻ. തനിക്കിതുപോലെ കുറെ കഥയുണ്ട്. മിസ്റ്റർ മധു, ഞാൻ ഒരു ഡോക്ടറെ വിളിക്കട്ടെ? വേണ്ട, ഉടനെ അങ്ങ് മാറും. നമുക്ക് കാപ്പി കുടിക്കാൻ പോവാം. ഡൈനിങ് ഹാളിലേക്ക് പോവാം. അതെ അതെ, ശരി. വരണം.